ആ പറഞ്ഞോ. മീൻ 100 രൂപ. മീൻ 100 രൂപ. ഈ മീൻ 100 രൂപ എന്നുള്ളതേ 2 ദിവസം 100 രൂപയാക്കണം. ആ പോട്ടെ, അടുത്ത ചെലവ് പറ. പച്ചക്കറി 70 രൂപ. പച്ചക്കറി 70 രൂപ. പിന്നെ ആ എന്റെ പുന്നാര അനിയൻ വിളിക്കുന്നു. നീ ആ ഫോൺ എടുത്ത് ലൗഡ് സ്പീക്കറിലിട്. അവൻ എന്ത് വിശേഷം പറയാനുള്ളതെന്ന് കേക്കട്ടെ. ഹലോ, ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോടാ? പ്രകാശേട്ടാ, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. വന്ദനേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏട്ടാ. അവൾ അറസ്റ്റിലായോ? ഏത് കേസിലടാ അറസ്റ്റിലായത്? ഏട്ടാ, ഏതോ മയക്കുമരുന്ന് കേസെന്നാ കേട്ടത്. ഏട്ടാ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. മയക്കുമരുന്ന് കേസോ? അവളിപ്പോ അതും തുടങ്ങിയോ? എടാ, നിന്റെ അമ്മായിയച്ഛനെതിരെ കേസ് കൊടുത്ത വന്ദന പെട്ടെന്നൊരു ദിവസം മയക്കുമരുന്ന് കേസിൽ അകത്താകണമെങ്കിൽ അതിന്റെ പിന്നിൽ നിന്റെ അമ്മായിയച്ഛൻ കുറുപ്പ് തന്നെയായിരിക്കും. അമ്മായിയച്ഛനെ കൊണ്ട് വന്ദനെ അകത്താക്കിപ്പിച്ച് നീ എന്റെ അടുത്ത് അഭിനയിച്ചു കാണിക്കുന്നു. ഇത് നിന്റെ അമ്മായിയച്ഛന്റെ തിരക്കഥ തന്നെയാണോടാ? ഏട്ടാ ഏട്ടാ പ്ലീസ്, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി വന്ദനേച്ചിയെ രക്ഷിക്കണം ഏട്ടാ, പ്ലീസ്. ഞാൻ ഒരുത്തിയെ രക്ഷിക്കാൻ പോകുന്നില്ല. അവള് കാരണേ ഞാനും കുറെ പാടുപെട്ടതാ. എല്ലാം ചെയ്യിച്ചിട്ട് നിനക്ക് അത്രയ്ക്കങ്ങ് നോവുന്നുണ്ടെങ്കിലേ നീ പോയി ഇറക്കിക്കൊണ്ടുവാടാ. ഈ പ്രകാശനെ ഒന്നിനും കിട്ടില്ല. ഹലോ ഹലോ ഏട്ടാ, പ്രകാശേട്ടാ, വന്ദനെ ആരോ ചതിച്ചതാ. പ്രകാശേട്ടൻ ചെന്ന് അവളെ രക്ഷിക്കണം. മോനെ, നിന്റെ കൂടപ്പുറപ്പാ വന്ദന. നീ ആ കുഞ്ഞിനെ പോയി രക്ഷിക്കണം. അത്രയ്ക്ക് നോവുന്നുണ്ടെങ്കിലേ തള്ളയും മോളും കൂടി ചെന്ന് ഇറക്ക്.